ആദ്യം അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, കക്കയത്തുണ്ടായ അപകടം അതേത് തരത്തിലാണ്? ആരാണ് മരിച്ചത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? സംസ്ഥാനത്ത് പലയിടങ്ങളിലും കാട്ടുപോത്തിന്റെയും അല്ലെങ്കിൽ കാട്ടാനയുടെയും ആക്രമണത്തിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ കോഴിക്കോടിനെ ഞെട്ടിച്ചുകൊണ്ട് കക്കയത്ത് പാലാട്ട് എബ്രഹാം അല്ലെങ്കിൽ അവറാച്ചൻ എന്ന് പേര് വിളിക്കുന്ന വയോധികൻ 70 വയസ്സുള്ള കർഷകൻ മരിച്ചത് കക്കയം ടൗണിൽ നിന്നും 5 കിലോമീറ്റർ അകലെ കക്കയം ഡാം സൈറ്റിന് സമീപത്തുള്ള കൃഷിയിടത്തിൽ വെച്ചാണ് കാട്ടുപോത്ത് അബ്രഹാമിനെ കുത്തിയത്. കക്ഷത്തിൽ ആഴത്തിലുള്ള മുറിവ് ഈ കാട്ടുപോത്തിന്റെ കുത്തിനെ തുടർന്ന് രൂപം കൊണ്ടിരുന്നു. ഇത് നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ അബ്രഹാമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ അല്പസമയത്തിനുള്ളിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും വലിയ ഞെട്ടലിലാണ് ആ മേഖലയിലെ ജനങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഒപ്പം ഈ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ശേഷം മോർച്ചറിയിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം മാറ്റാൻ ശ്രമങ്ങൾ നടത്തുന്നെങ്കിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ആശുപത്രി പരിസരത്ത് തടിച്ചിട്ടുണ്ട്. അവർ ഈ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ സമ്മതിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പ്രതിഷേധം നടത്തുകയാണ്. ജില്ലാ കളക്ടർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. ഒപ്പം ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള ഉത്തരവ് അടിയന്തരമായി ഇറക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം ഈ കിഫ അടക്കം മലയോര മേഖലയിലെ വന്യമൃഗശല്യത്തിനെതിരായി പോരാടുന്ന സംഘടനകളടക്കം കർഷക സംഘടനകൾ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവരും വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്കറിയാം ഈ കാട്ടാനയും കാട്ടുപോത്തിന്റെയും ഒക്കെ ആക്രമണത്തിൽ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ സ്ഥലത്തു നിന്ന് നീക്കം ചെയ്യാൻ പോലും കഴിയാതെ ഈ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൊതു തെരുവിൽ വെച്ച് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇന്നലെ കോതമംഗലത്തും മറ്റുമൊക്കെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെയും സംജാതമായിക്കൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് പറയേണ്ടി വരും. വലിയ പ്രതിഷേധമാണ് ഇവിടെ അലയടിക്കുന്നത്. ഒപ്പം കക്കയത്തും വലിയ പ്രതിഷേധത്തിലേക്ക് ജനങ്ങൾ നീങ്ങുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപർണ, അനീഷ് വിവരങ്ങൾ നൽകുമ്പോൾ വീണ്ടും